ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പത്നി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തകൃതിയായി വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ കുളിപ്പിക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു, കുബൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ടവർ കയറി ചെന്നെങ്കിലും പ്രിയപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കണ്ടതായി നടിച്ചില്ല. പുഞ്ചിരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് ചോദിച്ചു, എന്താ കണ്ടിട്ടൊന്നും ശ്രദ്ധിക്കാത്തത്, മൈൻഡ് ചെയ്യാത്തത്? ഫാത്തിമ ബീവി പുഞ്ചിരിയോടെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു, ഞാനൊരു യാത്ര പോകാൻ ഒരുങ്ങുകയാണ്. തൽക്കാലം നിങ്ങളെയും മക്കളെയും ഞാൻ കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. അലി റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അല്ല, എന്നാ മടക്കം? അപ്പോൾ പ്രിയപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയോട് പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ, അന്ത്യനാൾ വരെ ഞാൻ മടങ്ങി വരുന്നില്ല. മനസ്സിൽ ഒരൽപ്പം ശങ്കയോടെ അലി റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? ഉപ്പയെ സ്വപ്നത്തിൽ കാണണമെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇതുപോലൊരു പരിശുദ്ധ റമളാന്റെ 3-ാം ദിനത്തിലായിരുന്നു അത്. ബീവി തൻ്റെ പ്രിയപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനോട് യാത്ര ചോദിക്കുകയായിരുന്നു. ഈ ലോകത്തിൽ നിന്ന് തന്നെ യാത്ര പോവാൻ എൻ്റെ പ്രിയ പത്നിയെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് എല്ലാവരും 3 പിടി മണ്ണ് വാരിയിട്ട് നടന്നകലുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ ഖബറിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ഖബറേ, ഇന്നലെ വരെ എൻ്റെ ഫാത്തിമ എൻ്റെ നെഞ്ചോട് ചേർന്നാണ് കിടന്നിരുന്നത്. എന്നാൽ ഇന്ന് നിന്റെ കൂടെയാണ് കിടക്കുന്നത്. അവളെ പ്രയാസപ്പെടുത്തരുതേ ഖബറേ എന്ന് മനസ്സറിഞ്ഞ് കണ്ടമിടറി കൽബ് തകർന്ന് അലി റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു. ഇതായിരുന്നു വാചകന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹു തമ്മിൽ ഉണ്ടായിരുന്ന പ്രണയം.